ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിന്ന് CP ഫാമിലെ നമ്മളെ കോഴികൾക്കും താറാവുകൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് നമ്മളിപ്പോൾ. നല്ല കോഴി തീറ്റയും ചോളത്തവിടും എല്ലാം കൂടി മിക്സാക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരോ പാത്രത്തിലാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അവർ തിരക്കൊന്നും കൂടാതെ നല്ല ഉഷാറായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്. താറാവുകൾക്കൊക്കെ ഉള്ള ഫുഡൊക്കെ അതിനനുസരിച്ചുള്ളത് റെഡിയാക്കി നല്ല വെള്ളം മിക്സാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് ചോളത്തവിടാണിത്. അപ്പോൾ തവിട് ഇതാക്കിയിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കോഴിത്തീറ്റ ചാക്ക് ഇതാക്കിയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കി പിന്നെ എല്ലാം സാധാരണ ദിവസങ്ങളിൽ എല്ലാം ഇട്ട് കൊടുക്കാണ്ട്. ഇതാണ് കോഴിത്തീറ്റയാണത്. അപ്പോൾ എല്ലാം പാത്രത്തിലൊക്കെ ആക്കി തരം തിരിച്ചിട്ട് കൂട്ടിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ. ഉപ്പാക്കും എന്നാലും വലിയ ഇഷ്ടമാണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അതിനെക്കാട്ടും വലിയ പ്രിയമാണ് കോഴികളോടൊക്കെ. ഇത്രയുള്ള പരിപാലിക്കലും കാര്യങ്ങളൊക്കെ ഉപ്പ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. കൂട് വൃത്തിയാക്കലും മറ്റേതൊക്കെ ആയിട്ട് അനിയനുണ്ട് കൂടെ. കൂട് വൃത്തിയാക്കാനൊക്കെ അനിയൻ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി പുതിയ കൂടുകൾ ഉണ്ടാക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള കൊമ്പുകളും ചില്ലകളൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതവർക്ക് പുല്ല് കെട്ടി തൂക്കിയാണ് അവർക്ക് ഇങ്ങനെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊക്കെ കയറിയിട്ടൊക്കെ അവരത് കൊത്തി തിന്നു. ഇപ്പോൾ കൂട് തുറക്കാനുള്ള ഓരോ തയ്യാറെടുപ്പാണ് രാവിലത്തെ. പിന്നെ താഴെ ഇനി പുതിയ കൂട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. കാരണം കുഞ്ഞുങ്ങളെ മറ്റുള്ള കോഴികളൊക്കെ കൊത്തി പരിക്കേൽപ്പിക്കുന്നതിന് കാരണമായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചതാണ്. പിന്നെ മഴയായിട്ടൊക്കെ കുറച്ചൊക്കെ പിന്നെ ചളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ വെയിലൊക്കെ അരച്ചപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഓരോരോ കൂടുകളൊക്കെ ഇതാ ഉപ്പ് ഉണ്ടാക്കിയിരുന്നത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നിൽക്കാനുള്ള കൂടുകളാണ്. പിന്നെ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഓരോ പാത്രത്തിൽ പിന്നെ തവിടുകളൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മില്ലിൽ നിന്ന് കിട്ടുന്ന ഈർച്ചപ്പൊടി ഉണ്ടല്ലോ, ആ ഈർച്ചപ്പൊടിയൊക്കെ ഓരോ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടാക്കിയൊരു കൂടാണിത്. എല്ലാ സ്പേസും ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്നോട് ഇങ്ങനെ പറയും അവിടെ നമുക്കത് ഉണ്ടാക്കണം ഇതുണ്ടാക്കണം ഓരോന്നായിട്ട്. ഉപ്പാക്ക് പിന്നെ ഇങ്ങനത്തെ എല്ലാതും അറിയില്ല. മാഷാഅല്ലാ. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈർച്ചപ്പൊടി ഇട്ടിട്ട് കോഴികൾക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് അവർ പാത്രം സെപ്പറേറ്റ് പാത്രം മേടിച്ചിട്ട്, അല്ലെങ്കിൽ ആ പാത്രത്തിൽ ഉള്ളിക്കൊട്ടയിലൊക്കെ അവർ തിരക്ക് കൂടുതലാണ്. ഓരോരുത്തർ കയറും ഓരോരുത്തർ ഇറങ്ങലാണ്. ഇതിപ്പോൾ സെപ്പറേറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് അവർക്ക് കയറി മുട്ടയിടാനൊക്കെ നല്ല എളുപ്പമാണ്. മുമ്പേ നമ്മൾ ഈ വലയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഇതിനെ മേലെ തന്നെ അവർ ഇട്ടിരുന്നു. പക്ഷേ കാക്കകളൊക്കെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാം വലയൊക്കെ ചുറ്റി എല്ലാം റെഡിയാക്കിയതുകൊണ്ട് ഇപ്പം അതൊക്കെ സേഫാണ്. മാഷാഅല്ലാ. ഉപ്പയാണ് എല്ലാം ചെയ്യുന്നത്. ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാം ആരോഗ്യം ഉഷാറാകാൻ വേണ്ടിയിട്ട്. ഇൻഷാഅല്ലാ. താറാവിനൊക്കെ വിട്ടു അവർക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കോഴിക്കളെ ഇവരൊക്കെ തീറ്റാൻ കഴിഞ്ഞതിന് ശേഷം കോഴിക്കളെ വിടാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം കേട്ടോ.